വീണ്ടും ആ വാക്യം തന്നെ നമ്മൾ വായിക്കുന്നു. ഞാൻ ദരിദ്രനാകുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയാം. എനിക്ക് ധാരാളമുള്ളപ്പോഴും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയാം. അതെ, നിങ്ങൾക്കെല്ലാവർക്കും ധാരാളമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ പുതുവർഷം ധാരാളം സമൃദ്ധി ഉണ്ടാകട്ടെ, സാമ്പത്തികമായ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ധാരാളമുള്ളപ്പോഴും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യമുള്ളപ്പോൾ ജീവിക്കുകയാണോ ധാരാളമുള്ളപ്പോൾ ജീവിക്കുകയാണോ ബുദ്ധിമുട്ട്? സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ് ജീവിക്കാൻ ബുദ്ധിമുട്ട്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ധാരാളം ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യണമെങ്കിൽ ധാരാളം ദൈവകൃപ വേണം, ധാരാളം പരിജ്ഞാനം വേണം. ഇല്ല എങ്കിൽ അതൊന്നും വേണ്ടതുപോലെ ഉപയോഗിക്കാനോ പ്രയോജനപ്പെടുത്താനോ കഴിയുകയില്ല. നല്ല കാര്യവിചാരകന്മാരായിരിക്കണം. ഒരു സ്വത്തും ഒരു സമ്പത്തും നമ്മുടെ സ്വന്തമല്ല. ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതാണ്. നമ്മൾ നല്ല സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ, നല്ല സെക്രട്ടറിമാരല്ലെങ്കിൽ, നല്ല ഖജാൻജിമാരല്ലെങ്കിൽ, നല്ല കാര്യവിചാരകന്മാരല്ലെങ്കിൽ കർത്താവ് വേറൊരാളെ ആ സ്ഥാനത്തേക്ക് നിയമിക്കും, നമ്മെ ആ ജോലിയിൽ നിന്ന് മാറ്റും. അതുകൊണ്ട് ധാരാളമുള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഞാനൊരു കാര്യവിചാരകൻ മാത്രമാണെന്ന് തിരിച്ചറിയണം. സുവിശേഷങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, നിൻ്റെ കാര്യവിചാരത്തിൻ്റെ കണക്ക് ഏൽപ്പിക്കുക എന്ന് കർത്താവ് ഒരു കാര്യവിചാരകനോട് പറയുന്നു. അവനെ അവിശ്വസ്തനെന്ന് കണ്ടെത്തി, പിന്നെ അവനത് തിരുത്തി. ഇതുപോലെ നമ്മളെക്കുറിച്ചും ദൈവം ഒരു ചോദ്യം ചോദിക്കും. ഞാൻ നിനക്ക് 2024 അപ്രതീക്ഷിതമായി ഒത്തിരി പണം തന്നു, നീ അത് പ്രയോജനപ്പെടുത്തിയോ? നീ അത് എത്രമാത്രം പ്രയോജനപ്പെടുത്തി എന്ന ഒരു ചോദ്യം കർത്താവ് നമ്മോട് ചോദിക്കാൻ ഇടയുണ്ട്, അല്ലേ? അതുകൊണ്ട് ധാരാളമുള്ളപ്പോൾ ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. ദാരിദ്ര്യമുള്ളപ്പോൾ കണക്ക് പറയാൻ എളുപ്പമാണ്. കർത്താവേ, നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ധാരാളമുള്ളപ്പോൾ കണക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ട് വരും. എനിക്ക് ധാരാളമുള്ളപ്പോഴും ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ, എത്രയുണ്ടെങ്കിലും പൗലോസിൻ്റെ ചെലവ് ലിമിറ്റഡാണ്. ലിമിറ്റഡ് എക്സ്പെൻസ് തനിക്കുള്ളൂ. ഞങ്ങളുടെ കർത്താവേ, ഈ കാര്യത്തിൽ ഞങ്ങൾ പരാജയമാണ്. ധാരാളമുള്ളപ്പോൾ ധാരാളം ചിലവാക്കും, ഒന്നുമില്ലാത്തപ്പോൾ കടം മേടിക്കും. ഇതാണ് ഞങ്ങളുടെ എല്ലാം രീതി. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാൻ ഞങ്ങൾ ഈ വർഷത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ധാരാളമുള്ളപ്പോഴും കുറച്ചുള്ളപ്പോഴും ഒരു ലിമിറ്റഡ് എക്സ്പെൻസിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. നിൻ്റെ ജനത്തിന് ആ വിധത്തിലുള്ള കൃപ നൽകണമേ കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.